ജാങ്കോ സ്പേസിൻ്റെ ചാറ്റ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. കടം കഥ എന്ന് 21-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രത്തിൻ്റെ ക്രൂവാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അങ്കമാലി ഡയറീസിലൂടെ സുപരിചിതനായ സിനോജ് വർഗീസ്, ഡെബ്യൂട്ടൻ്റായ വീണ നന്ദകുമാർ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വിനയ് ചേട്ടൻ, ആൻഡ് റോഷൻ മാത്യൂസ് who became famous through Anandam, and he has done couple of movies also. Hi sir. Hi. സോ കടം കഥ എന്നുള്ള മൂവിയുടെ ഫസ്റ്റ് നമ്മളെല്ലാവരും കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിലുള്ള ടീസറാണ്. പൊളിക്കാമല്ലേ? അത് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുമ്പോൾ പ്രത്യേകിച്ച് വേറൊരു ലുക്കുണ്ട്. എന്തുകൊണ്ട് ഒരു ആനിമേറ്റഡ് ടീസർ പോലൊരു സംഭവം നമ്മൾ ആദ്യം തുടങ്ങി? അത് ഡയറക്ടറിന്റെ കോളാണ്. സെന്തിൽ രാജൻ എന്നാണ് ഡയറക്ടറിന്റെ പേര്. ഇദ്ദേഹം ബേസിക്കലി ചെയ്തുകൊണ്ടിരുന്ന ആഡ് ഫിലിംസ് ആണ്. ലുലു പോലെയുള്ള സ്ഥാപനങ്ങളിൽ ആഡ് ഫിലിംസ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം യൂസ്ഡ് ആണ് ഈ ഒരു ആണ് ഓൾറെഡി നമ്മളോട് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും അല്ലെങ്കിൽ നമ്മൾ മറ്റേ പ്രൊമോഷന് വേണ്ടി ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു ഭയങ്കര ഡീറ്റെയിലിംഗിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു ടീസർ മലയാളികൾ സ്വീകരിച്ചിരിക്കുന്ന രീതി വളരെ പെട്ടെന്ന് തന്നെ അത് റിലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം പുതിയൊരു സിനിമ ഇറങ്ങുമ്പോൾ ഇതുവരെ ഒരിക്കലും മലയാളത്തിൽ ആനിമേറ്റഡ് ടീസർ മുമ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിൽ വന്നിരിക്കുന്ന ത്രെഡ് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ എന്നുള്ളത് സിനിമ ഇറങ്ങിയാലേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇതിൽ ആ ടീസറിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് തരാമോ? അതിന് എക്സ്പ്ലനേഷൻ ഇല്ല. ഇപ്പൊ ഈ സിനിമക്കും എക്സ്പ്ലനേഷൻസോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ അങ്ങനെ ഒട്ടും ഹൈ ക്ലെയിംസ് ഒന്നുമില്ല, ഭയങ്കര മെസ്സേജസ് ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര ഡ്രമാറ്റിക്കോ അങ്ങനെ ഒന്നുമില്ല, വലിയ ഡയറക്ടറോ വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ഒന്നുമില്ല. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള എൻഗേജ് ചെയ്യിക്കുന്ന ഒരു കൊച്ചു സിനിമയാണ്. കാസ്റ്റ് വലുത് തന്നെയാണ്, പറഞ്ഞാലും കാസ്റ്റ് വലുത് തന്നെയാണ്. ഉള്ളവരുടെയും ഇല്ലാത്തവന്റെയും കഥ, അത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കടം എന്നുള്ള കോൺസെപ്റ്റ് മാത്രമാണോ അതോ? പിന്നെ ജോജുവിന് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടല്ലോ, എനിക്ക് വലിപ്പം കുറവല്ലേ, അപ്പൊ ജോജു ഉള്ളവൻ ഞാൻ ഇല്ലാത്തവൻ. ആ ഒരു കോൺട്രാസ്റ്റ് ആണ് ഈ സിനിമ അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ട് സെന്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പോസിറ്റീവ്സ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ സിനോജിനെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആണ്. ഒരമിട്ട് ലൈനാണ്, പൊട്ടിയ പോലെ. സിനോജിനെ കാണിക്കുമ്പോൾ എനർജിയാണ്. അപ്പോൾ സിനോജിന്റെ ഒരു ബോഡിയും സിനോജിന്റെ അപ്പിയറൻസും അതെല്ലാം ഭയങ്കര രസകരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണയാണെങ്കിൽ വീണേനെ പ്രോപ്പറായിട്ട് വീണയുടെ പോസിറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരിക്കലും ഒരു ന്യൂ കമർ എന്നുള്ള ഒരു ഫീൽ ഇല്ലാണ്ട് ഭയങ്കര രസമായിട്ട്, പ്രത്യേകിച്ച് ആ പാട്ടിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റോഷൻ ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കല്ല, ബ്യൂട്ടിഫുൾ ആണ്. ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ പുകഴ്ത്തുന്നില്ല, അങ്ങനെയാണ് ഇല്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പടത്തില് കാണുമ്പോഴും ഓഡിയൻസിന് മനസ്സിലാവും. പക്ഷെ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങളെല്ലാവരും നേരിട്ട് കണ്ടത് വിനേട്ടനും ജോജുവായിട്ടും തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര രസമാണ്. അപ്പൊ അതും പലയിടത്തും വളരെ ഹാൻഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള പല സീൻസിൽ, ഈവൻ ആ ട്രെയിലറിന്റെ അവസാനം ഇവർ രണ്ടുപേരും തമ്മിലൊരു എക്സ്ചേഞ്ച് ഉണ്ട്, ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് സെറ്റിലും ഇത് തന്നെയാണ്. ജോജുവായിട്ടും വിനേട്ടനും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാമ്പലും കുത്തലുമാണ് ത്രൂ ഔട്ട്. അതിന്റെ ഇടയിലാണ് ഷൂട്ട് നടക്കുന്നത്. ഇതില് ഈ പറഞ്ഞ പോലെ ട്രെയിലറിന് അവസാനം നിങ്ങൾ തമ്മിലുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. കാര്യങ്ങൾ ബുദ്ധിമുട്ടാകാൻ ഭയങ്കര എളുപ്പമാണ്. കാര്യങ്ങൾ എളുപ്പമാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയുന്നത് ഒരു കാര്യം തന്നെ, പക്ഷെ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സോ റോഷൻ ഫ്രം ആനന്ദം അടുത്ത് മൂവ് ചെയ്ത് മൻസൂർ കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന മൂവിയാണ്. മൻസൂറിന് കിട്ടിയിരിക്കുന്നത് ഭയങ്കര നല്ല റിവ്യൂ ആണ്. ഹൗ ഡു യു ലുക്ക് അറ്റ് ദ ട്രാൻസിഷൻ ഫ്രം മൻസൂർ ടു ദിസ് മൂവി? ആക്ച്വലി നേരെ തിരിച്ചായിരുന്നു. ആനന്ദം കഴിഞ്ഞ് ആദ്യം ഷൂട്ട് ചെയ്തത് കടങ്കഥ, അത് കഴിഞ്ഞിട്ടാണ് മൻസൂർ ചെയ്തത്. പക്ഷേ ഓഫ്കോഴ്സ് റിലീസിന്റെ ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ മൻസൂറും കടങ്കഥയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മനീഷ് എന്നാണ്. മനീഷും തമ്മിൽ യാതൊരു രീതിയിലും ഒരു സാമ്യമില്ല. മൻസൂർ ഞാൻ ലൈഫിൽ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും വെച്ച് നോക്കുമ്പോൾ, നാടകം ഇൻക്ലൂഡഡ്, വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ യാതൊരു രീതിയിലും ഒരു സിമിലാരിറ്റിയും ഇവർ രണ്ടുപേരും തമ്മിൽ തോന്നുന്നില്ല. മനീഷ് ഒരു ആർജയാണ്. അപ്പോൾ ഏതൊരു ആർജയിലും നമ്മൾ ആദ്യം കാണുന്ന ഫാക്ടേഴ്സാണ് മനീഷിലും ആദ്യം ശ്രദ്ധിക്കുക. ഭയങ്കര പുറത്തു നോക്കുമ്പോൾ വളരെ ചിയർഫുൾ ആയിരിക്കും, ഒരുപാട് എനർജി ഉണ്ടാവും എപ്പോഴും. സംസാരം മാത്രം കേട്ടാലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ആർജേസിൻ്റെ കാര്യം പറയുമ്പോൾ. എന്ത് പുറത്തു നോക്കി കഴിയുമ്പോഴത്തേക്കും യാതൊരു പ്രശ്നമില്ലാത്ത എത്ര സന്തോഷമായിട്ട് നടക്കുന്ന ആൾ എന്ന് തോന്നിക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് മനീഷും പുറത്തുനിന്ന്. പക്ഷെ മനുഷ്യൻ്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ ഡ്രിവൺ ആണ്, വളരെ ഫോക്കസ്ഡ് ആണ്.
പിന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് മനീഷിന്, ജീന എന്ന പെൺകുട്ടിയുമായിട്ട്. അപ്പൊ അങ്ങനെ മനീഷിന്റെ കഥ ഈ പറഞ്ഞ ക്ലീറ്റസിന്റെയും ഗിരിയുടെയും കഥയിലേക്ക് വന്ന് ഇന്റർസെക്ട് ചെയ്യും ഒരു പോയിന്റിൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവർ ഒരുമിച്ചാണ് ഈ കഥയിൽ. How about working with this crew? ഈ ഒരു ക്രൂ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രൂ. നേരത്തെ പറഞ്ഞു ആദ്യം മുതൽ നമ്മൾ ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത മുതൽ വേറൊരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാനിത് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വിനയേട്ടൻ്റെ, ജോജുവേട്ടൻ്റെ, രഞ്ജി പണിക്കർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. കാരണം ഞാൻ കാണുമ്പോഴൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരുടെ പെർഫോമൻസ്. മോസ്റ്റ്ലി ജോജുവേട്ടൻ്റെ, രഞ്ജി പണിക്കർ സാറിൻ്റെ കാര്യമാണ്. അതെനിക്ക് മനസ്സിലായി. അതെന്തേ വന്നില്ല എനിക്കിപ്പം ആക്ഷൻ ഹീറോ ബിജുവിൽ ജോജുവേട്ടൻ്റെ ലൈൻസ് ഓരോന്നും ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഇപ്പോഴും കേൾക്കുമ്പോൾ ചിരി വരും. നിന്നെ ജാമത്തിലെടുക്കാൻ ആരോരോടാണ്. പിന്നെ പ്രേമത്തിലെ വിനയേട്ടൻ, കിസ്മത്തിലെ വിനയേട്ടൻ, രഞ്ജി പണിക്കർ സാർ, ഓം ശാന്തി ഓഷാന, പ്രേമ മകൻ. അപ്പൊ അങ്ങനെ എനിക്ക് ഈ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതിനകത്ത് സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കര ക്യാച്ചി ആയിട്ട് തോന്നി. കാരണം പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകളല്ല, ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് ചിരിക്കേണ്ട തമാശകളാണ്. അപ്പൊ ഇത് ആരാണ് ചെയ്യുന്നതെന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ചോദ്യം. സെന്തിലേട്ടനപ്പം ഞങ്ങൾ വിനയനെയും ജോജുവിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ 2 ടിക്ക് മാർക്കാണ് വന്നത്. ഇവർ ചെയ്ത കറക്റ്റ് ആയി. പിന്നെ ഇവർ രണ്ടുപേരുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഭയങ്കര രസമുള്ള സിറ്റുവേഷൻസിലാണ് ഈ 3 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുന്നത്. ഫോർ ഡിഫറെന്റ് റീസൺസ്. അത് ഓഡിയൻസിന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ സീൻസ് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഡ്രമാറ്റിക് കോമഡി ഒന്നുമില്ല, പക്ഷെ സിറ്റുവേഷണൽ കോമഡീസിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. സിറ്റുവേഷണൽ കോമഡിയാണ്, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കോമഡിയാണ്. അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾ ചിരിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ സിറ്റുവേഷനോട് ഒരു ബന്ധമില്ലാത്ത തമാശകളൊന്നുമില്ല. ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള, ഭയങ്കര സട്ടിലായിട്ടുള്ള, എനിക്ക് തോന്നുന്നു എല്ലാ ഇമോഷൻസും അങ്ങനെ തന്നെയാണ്. ഈ കടം പ്രമേയമായിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. അതിൽ നിന്ന് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഇത്ര സട്ടിലായിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതൊക്കെ ചേട്ടൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള മൂവീസ് ഒക്കെ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന് ഒരു മെസ്സേജ് പാസ് ഓൺ ചെയ്യാന്നുള്ള രീതിയിലാണ് മൂവീസ് ഇറങ്ങുന്നത്. പക്ഷേ ഈ ഒരു മൂവി വെച്ചിട്ട് ഒരു മെസ്സേജ് എന്നല്ല, പക്ഷെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെ പുറത്ത് കൊണ്ടുവരാം. നമുക്ക് അറിയുന്ന കഥാപാത്രങ്ങളെ സിനിമയിലുള്ളൂ, നമ്മൾ കണ്ട് നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളേ ഉള്ളൂ, അത്തരം ജീവിത സാഹചര്യങ്ങളെ സിനിമയിലുള്ളൂ. അപ്പോൾ എന്താ പറയുക, എല്ലാ ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു മലയാളിയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ കടന്നു പോകുന്ന തീർച്ചയായിട്ടും ഫേസ് ഇതിലുണ്ട്. വിനയ് ചാട്ടനും ജോജോ ചാട്ടനും നമ്മളുടെ കോമ്പിനേഷൻ ഇതിനു മുമ്പ് ഹലോ നമസ്തേയിൽ ഇടയ്ക്ക് ഞങ്ങളൊരു കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ സിനിമ ത്രൂ ഔട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു 95% സീൻസും ഞാനും ജോജു ഒരുമിച്ചായിരുന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഞാൻ ഒരിക്കലും ജോജു ഒന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഒരു ആക്ടറാണ് ജോജു. എന്താ പറയുക, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സിൽ മറ്റേ സ്ക്രിപ്റ്റിന് എത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ആക്ടർ, ഭയങ്കര സീരിയസ് ആയിട്ട് സ്ക്രിപ്റ്റ് അനലൈസ് ചെയ്യുകയും കാര്യം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഒരു സഹവാസവുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഗുഡ് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പമാണ് പുള്ളി കൂടുതലും യാത്ര ഉണ്ട്. അത് 20 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതൊന്നും പിന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സീൻസിനെ കൺസീവ് ചെയ്യും, കൂടുതൽ റിയൽ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാണ് ജോജുവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുക. ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അലമ്പൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സെന്തിലിനോട് പോയിട്ട്, ഞാൻ പറഞ്ഞോട് സെന്തിൽ എൻ്റെ ഒരു കണ്ടംപററിയാണ്, അതുകൊണ്ട് ഭയങ്കര ഞങ്ങളെല്ലാ ആളുകളും ഭയങ്കര എൻജോയ് ചെയ്ത സിനിമ. ഞാൻ പറഞ്ഞോട് ഇയാൾ ഐ കോണ്ടാക്ട് കൂടി തരുന്നില്ല. അപ്പം ഞാനും ഇദ്ദേഹം കൂടെ അഭിനയിക്കുമ്പോൾ ഒരു ഐ കോണ്ടാക്ട് കിട്ടിയില്ലെങ്കിലുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ചോദിച്ചു എൻ്റെ ക്യാരക്ടറൈസേഷൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്ര ഐ കോണ്ടാക്ട് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ അലമ്പൊക്കെ ഒപ്പിക്കും, കാര്യം സുഹൃത്തുക്കളാണല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ സീൻ കാണുമ്പോൾ ഓക്കെ ഇയാളുടെ ക്യാരക്ടറൈസേഷൻ ഇതായിരുന്നല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ് കറക്റ്റാണ്, കാര്യം ഇയാൾ അത്ര സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ജോജുവിന്റെ ഒപ്പം. ഈ ക്യാരക്ടറും ജോജുവേട്ടനും ഭയങ്കരമായിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതില് ചെയ്തു തുടങ്ങിയ ഓരോ കാര്യങ്ങളും പതുക്കെ ആ ഒരു പാന്റ് വലിച്ചിടുന്ന ഒരു സാധനം. ജോജുവിന് കുറെ കടമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊഡ്യൂസറാണ്. ഇപ്പൊ വേറൊരു വലിയ സിനിമയും ഇനി വീണ്ടും വലിയ സിനിമ ചെയ്യാൻ പോകുന്നു. അത് തന്നെയാണ് റിലേറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം. പ്രൊഡ്യൂസർ ജീവിതത്തിൽ പലപ്പോഴും ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടാണ് തിരിച്ച് റിലീസ് ചെയ്തതിന് ശേഷമാണ് പൈസ എല്ലാം തിരിച്ചു വരുന്നത്. ഇനി കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, ജോജു നല്ല വലിപ്പമുള്ള ആള്, ഞാൻ അത്ര വലിപ്പമില്ലാത്ത ആള്. ജോജുവിന്റെ ശബ്ദത്തിന് നല്ല കട്ടി, എന്റെ ശബ്ദത്തിന് അത്ര കട്ടിയില്ല. ഞാൻ വളരെ നല്ല ആള്, ജോജു അത്ര എല്ലാം ഒരുമിച്ച്. അപ്പൊ എല്ലാവരും കോൺട്രാസ്റ്റ് ആണ്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് സിനിമയില്, അത് എന്റെ ഒരു നന്മയും ജോജിയുടെ ഒരു തിന്മയൊക്കെ ഭയങ്കര രസമായിട്ട് സിനിമയില് ആ പാട്ടിലൊക്കെ നടന്നു വരുന്നത് ഏറ്റവും വലിയൊരാള്, പിന്നെ വിനയ് ഭായ്, പിന്നെ ഞാൻ. Question to Veena.
സിനിമയിൽ വരണമെന്ന് താല്പര്യമുണ്ടായിരുന്ന ഒരാളാണോ അതോ യാദൃശികമായി വന്നുപെട്ടതാണോ? യാദർശികമായി വന്നതാണ്. എനിക്ക് അങ്ങനെ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു. Where are you from? What is your background? I'm born and brought up in Mumbai. Okay. സെറ്റിൽഡ് there. BA ഇംഗ്ലീഷാണ് പഠിച്ചത്. പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്തു. സോ അതെല്ലാം കഴിഞ്ഞ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്തൊരു സംഭവമാണ് അത്. പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ആക്ടിങ്ങിൽ. No experience in acting. ഇല്ല, സ്കൂൾ കോളേജിലൊന്നും ഇല്ല. അങ്ങനെ ഒന്നും തോന്നിയില്ല എന്നാണ് പറഞ്ഞത്. ഇല്ല, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയിലേക്ക് വന്നതാണെന്ന് പോലും തോന്നിയില്ല. കാരണം വളരെ വഴിതെറ്റി ഒരു സെറ്റിലേക്ക് വന്ന ഒരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വഴി തെറ്റിയുടെ ആളുകൾ സെറ്റിലേക്ക് വരും. ഉദ്ദേശിച്ച പരിപാടി ഇതല്ല. അതായത് വഴിയെ പോയ ആരെയോ പിടിച്ചൊരു ഒരു സിനിമ കാണാൻ പോയിട്ട് അത് നമ്മളൊരു പക്ഷേ സ്ക്രീൻ മാറി കയറുന്ന സീനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് മാറിപ്പോവാം. വഴി തെറ്റിയ സെറ്റിലേക്ക് പോകുന്ന ആളുകളുണ്ടോ? പക്ഷെ സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, പാഷനായി. ഈവൻ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോയി റെസ്റ്റ് എടുക്കാണ്ട് ബാക്കിയുള്ളവരുടെ ഷോർട്സ് ഒക്കെ പോയിരുന്ന് കാണും, അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ സാധാരണ നമ്മുടെ നാട്ടിൽ വളരാത്ത കുട്ടികൾ, അതായത് കേരളത്തിന് പുറത്ത് വളരുന്ന കുട്ടികൾക്ക് എപ്പോഴും ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. വീണയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ സംസാരിച്ചതിൽ ഒരിക്കലും എനിക്ക് തോന്നിയില്ല. ഇല്ല, എനിക്ക് മലയാളം ലാംഗ്വേജിലുള്ള അല്ല, ലാംഗ്വേജിന് പ്രശ്നമൊന്നുമില്ല. ലാംഗ്വേജിന് പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് കുറച്ച് മെന്റൽ പ്രോബ്ലം ഉണ്ടോ മാനസികമായി. അല്ലാതെ എന്തുകൊണ്ടാണ് തോന്നിയത് അതും കൂടി പറയാം. പിന്നെ ഭയങ്കര കമ്പോസ്ഡും ഭയങ്കര മെച്ചോർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഭയങ്കര റിസീവിംഗ് ആണ്. വേറെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി സിനിമ ആണെന്ന് പറയാൻ പറ്റും. ജോജോയുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. മലയാളം എഴുതാൻ വായിക്കാനൊന്നും അറിയില്ല, എന്നിട്ട് സംസാരിക്കാൻ നല്ല അടിപൊളിയായി സംസാരിക്കും. നല്ലോണം അറിയാം. കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. ബാക്കി ഈ ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ക്രൂ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ്, കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് അതുകൊണ്ടായിരിക്കും എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയത്. അതായത് നന്നായിട്ട് അഭിനയിച്ചോ? ഞാൻ തമാശ പറയുന്നതാണ്. ട്രെയിലർ കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ട്. ഡസന്റ് ലുക്ക് ലൈക്ക് എ ന്യൂ കമർ. എല്ലാം മറ്റേ ഈവൻ പാട്ടിൽ ഭയങ്കര രസമായിട്ടുണ്ട്. കാര്യം ഇവരുടെ കെമിസ്ട്രി എല്ലാം സോങ് ഫസ്റ്റ് സോങ് മനോഹരമായിട്ടുണ്ട്. ശരി, എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഇവരുടെ കുറെ തമാശകൾ ഓഫ് സ്ക്രീൻ ഫുൾ തമാശ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഭയങ്കര എനർജൈസ്ഡ് ഫീൽ ആയിരുന്നു എപ്പോഴും. ആക്ടിങ്ങിന്റെ പ്രഷർ ഒന്നും ഇല്ല, ഒരിക്കലും അല്ല. ഡയറക്ടർ ഭയങ്കര കൂളായിരുന്നു. ദേഷ്യപ്പെടുന്ന കാര്യങ്ങളൊന്നുമില്ല. റോഷനായിട്ടാണെങ്കിലും റോഷന്റെ സീൻസ് ആണെങ്കിലും റോഷൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. ഭയങ്കര You are paired with him? Yes. His girlfriend? Yes. Okay. Do you have any romantic songs and all? Yes, we have one. നെഞ്ചേ നെഞ്ചേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. മൂന്നാറിൽ ഷൂട്ട് ചെയ്തൊരു സോങ്. ശരിക്കും ഈ സിനിമയില് ഇത്തിരി സിനിമാറ്റിക് ആയിട്ട് ഇത്തിരി ഡ്രീമി ആയിട്ടുള്ള ഒരേ ഒരു സാധനം ഈ പാട്ടാണ്. ഈ പാട്ട് മാത്രം നല്ല സുഖമായിരുന്നു. മൂന്നാറൊക്കെ പോയി നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ മറ്റേ ചൂട് സമയത്ത് വൻ ചൂടത്ത് മുകളിലെ ആസ്പെറ്റോസ് എന്തിനാണെന്ന് അറിയാം, ഇരുമ്പിന്റെ അവിടെ ഇരുന്ന് ഷൂട്ട്. നല്ല വെയിലും നല്ല ചൂടും. അതാണ് ഭയങ്കര ഡ്രീമി ആയിട്ട്. നല്ല ഡ്രീമി ആയിരുന്നു. ഞങ്ങൾക്ക് ഈ രണ്ടു ദിവസമാണ് ആ സോങ് ഷൂട്ട് ചെയ്യാൻ പോയത്. ഞങ്ങൾക്ക് മാത്രമല്ല ക്രൂവിലുണ്ടായിരുന്ന എല്ലാവർക്കും അത് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം അതിനു മുമ്പ് അവിടെ ഇല്ലായിരുന്നു. ഇല്ല വിനയാണ് ജോജോടിന്. അതിന്റെ വിഷമമാണ്. അവരുടെ രണ്ടുപേരുടെ ലവ് സോങ് കൊച്ചി തന്നെയായിരുന്നു. ഞങ്ങളുടെ ലവ് സോങ് ഇവിടെ ചേന്നമംഗലം ജംഗ്ഷനിൽ ഭാഗ്യത്തിന് അവിടെ 3-4 മരമുണ്ട്. ഈ ബോൾഗട്ടിയുടെ അവിടെ മരവും ഒരു പിണ്ണാക്കുമില്ല. പക്ഷെ എങ്കിലും വേറൊരു സാധനം കൂടെ ഞാൻ പറയട്ടെ. അതായത് ഇപ്പോഴും ഞാൻ ആ ഏരിയ പോകുമ്പോൾ ഞാൻ പതുക്കെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ നോക്കും. എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനെ തോന്നില്ല. ചില സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആ വഴി പോവില്ല, മാറിപ്പോവും. കാര്യം ആ ഓർമ്മ വരാതിരിക്കാൻ. ഇതിപ്പോ നമ്മള് മറ്റേ ഈ ഹൈക്കോർട്ട് വഴി കട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മള് അവിടെ പതുക്കെ വണ്ടി എടുത്തിട്ട് നോക്കും. കാര്യം അത്രക്ക് പേഴ്സണൽ. അതെ, ഒരു മരം കൂടി നല്ല വെയിലും. പക്ഷെ എങ്കിലും അത് സെറ്റാണോ? സെറ്റായിരുന്നു. സുഭാഷ് എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഡയറക്ടറാണ്. നല്ല രസം. ഭയങ്കര അത് സെറ്റാണെന്ന് തോന്നുന്നില്ല. നമ്മളിവിടെ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ് അത് സെറ്റാണ്. കാരണം ആ പാലത്തിന്റെ സൈഡിലൊന്നും അതിന്റെ മുകളിൽ കയറിയാണ് ഞങ്ങൾ 5 പേരും ഡാൻസ് കളിക്കുന്നത്. പിന്നെ അത് ചേന്നമംഗലം ജംഗ്ഷൻ ഉണ്ട്, അവിടെ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ആ സ്ഥലങ്ങളോടൊക്കെ. ഇത് ഭയങ്കര ബിലോങ്ങിങ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സിനിമ അങ്ങനത്തെ ഒരു അടുപ്പമുണ്ട് സിനിമയോട്, സ്നേഹമുണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് നമ്മൾ മലയാളികൾക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്കമാലി ഡയറീസിലെ ജോസൂട്ടൻ കുഞ്ഞൂട്ടൻ നിന്ന് ഇപ്പൊ ജോസ്മോനിലേക്ക് ഈ ഒരു ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബേസിക്കലി രണ്ടുപേരും പാവങ്ങളായിരുന്നു. കുഞ്ഞുട്ടിയും പാവമാണ്,
ഈ പെയിന്റർ ആയിട്ടുള്ള ജോസ്മോൻ വളരെ പാവം, വളരെ പാവമാണ്. കുഞ്ഞുട്ടി മറ്റേ പാവം ഒരു ബോംബ് ഉണ്ടാക്കും. കുഞ്ഞുട്ടൻ പാവമാണ്, പക്ഷെ ബോംബ് ഉണ്ടാക്കും. ഇതിനകത്ത് ബോംബുണ്ടാക്കി എല്ലാ ദുരന്തം ഉണ്ടാക്കി ആ ഒരൊറ്റ ബോംബാണ്. അതെ അതെ ഇത് വളരെ പാവം എന്നാണ് ഈ പുള്ളി പറയുന്നത്. ഞാൻ എടുത്ത് തിരിച്ചു ചോദിക്കുമ്പോൾ വളരെ പാവമായുള്ള ഒരാളാണ് ബോംബ് ഉണ്ടാക്കി തുടങ്ങുന്നത്. എടാ മറ്റേ ആറ്റം ബോംബ് ഉണ്ടാക്കിയ ഒരു പുള്ളിയില്ല, പുള്ളി പാവം വരുന്നു. വളരെ പാവമായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമ്മുടെ വിനയ് ചേട്ടനായിട്ട് എനിക്ക് അല്ല ഗിരി എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ഒരു 2-3 ദിവസത്തെ പരിചയമുള്ളൂ. നമ്മൾ ആ പരിചയത്തിൻ്റെ പുറത്ത് ആ പാട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എൻ്റെ പെങ്ങൾക്ക് കെട്ടിക്കാൻ വെച്ചേക്കണ സ്വർണം പോലും നമ്മൾ എടുത്തു കൊടുക്കുന്ന ഒരു പാവമാണ് ജോസ്മോൻ എന്ന ക്യാരക്ടർ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇയാളും ഇങ്ങനെ ഭയങ്കര ഒരു ബംഗളി പിടിച്ച ഒരു പയ്യനാണ്. എന്നാൽ തന്നെയായാലും ആ വർക്ക്ഷോപ്പിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അറ്റാച്ച്ഡാണ് ഇവര്, ഭയങ്കര അടുപ്പമുള്ള സത്യസന്ധമായിട്ടുള്ളൊരു സൗഹൃദം ഷെയർ ചെയ്യുന്ന ഒരു പറ്റാള്. സാധാരണക്കാരിൽ ഉണ്ടാവുന്ന ഒരു സാധനമുണ്ട്. അത് വലിയ ആൾക്കാരിൽ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ടെന്നല്ല, പാവപ്പെട്ട ആൾക്കാരിൽ അത് കൂടുതലായിരിക്കും. നമുക്കൊരു അവിടെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമുക്കുള്ള സാധനങ്ങൾ പോലും അവർക്ക് എടുത്തു കൊടുക്കേണ്ട സംഭവമില്ല. അത് ജോസ്മോൻ സൂപ്പർ. അവർക്ക് വേണ്ടി ചാകാൻ വരെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മുന്നിലുണ്ടാവുന്ന പ്രതീക്ഷിക്കാത്ത ആൾക്കാരുണ്ടാവും. നമ്മുടെ വീട്ടുകാരെക്കാളും, അതായത് ജോസ്മോൻ്റെ വീട്ടുകാരെക്കാളും കൂടുതൽ ഈ വർക്ക്ഷോപ്പായിട്ടാണ് ബന്ധം. ഈ വർക്ക്ഷോപ്പിൻ്റെ കുറേ പ്രശ്നങ്ങൾ തന്നെയെടുത്ത് ജോസ്മോൻ ഭയങ്കര റെസ്പെക്ട് ഉണ്ട് ഈ പടത്തിൽ. സിനിമയിലെ ഉടനീളമുള്ള ഒരു ക്യാരക്ടറാണ്. മേജർ ഏരിയല്ലേ ഇതില് ഒരു സീനിൽ നമ്മൾ ബൈക്കിൽ അടിച്ച് താഴെടുന്ന ഒരു സീനിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജോജോ ചേട്ടനോട് അടി കൂടാൻ പോകുന്നു. വീണ്ടും അടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനുശേഷം പിന്നെ അടിയൊന്നും ഇല്ല. ഇല്ല, നമ്മളെ കൊണ്ട് സമ്മതിക്കുന്നില്ല, പൊക്കോളം പറഞ്ഞു വിടാണ് അവിടെ വെച്ച് തീരാണ്. അതെ. അതിനകത്ത് ഒരു ഡയലോഗ് പറയുന്നത്, നമ്മൾ അടിച്ചു വീണ് കഴിയുമ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടെന്ന് പറയല്ലേ. അപ്പൊ അത് അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ, അതാണ് ശരിക്കും എൻ്റെ ഒരു തമാശ. ദൈവം എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടെന്നാണ് ഈ പുള്ളി പറയുന്നത്. നോക്കിക്കോളാം. അങ്ങനത്തെ അവര് സീരിയസ് ആയിട്ട് പറയുന്നത് ആൾക്കാർക്ക് അത് കോമഡി ആയിട്ട് തോന്നി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഹിറ്റ് ആവുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഇതിലെ പാട്ടുകളെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് തോന്നിയത്. ഈ പ്രേമം എന്ന് പറയുന്ന സിനിമയിൽ എന്നവളെ പാടിയതോടുകൂടി ഞാൻ വളരെ നല്ല പാട്ടുകാരനെ ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. അല്ല, മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു ചിന്തയാണ്, സിനിമയിൽ കാണുന്ന സാധനം അതേപടി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സത്യം കിട്ടും. പക്ഷെ ചേട്ടൻ നല്ലോണം പാട്ട് പാടുന്നുള്ളത് എനിക്ക് നേരത്തെ തോന്നി. ഞാൻ വലിയ തെറ്റില്ലാണ്ട് പാടും, അത്ര മോശം സിംഗർ അല്ല. പക്ഷെ ആളുകളൊക്കെ എന്തെങ്കിലും പാട്ടിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയ അപ്പൊ നോക്കിയിട്ട് ഹലോ വിനയ് ചേട്ടൻ അറിയില്ല എന്നുള്ള പാട്ടൊന്ന് പാടും. അറിയില്ല നമ്മുടെ ഈ പടത്തിലെ പാട്ടൊന്നും നമുക്ക് ഒരുമിച്ച് പാടാം. ഈ ആ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ അസുഖം എനിക്ക് ആ പാട്ടിനോടും ഉണ്ട്. നമ്മളെല്ലാത്തിനോടും പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും. അതായത് ഈ 4 ക്യാരക്ടേഴ്സ് നമ്മൾ വിശ്വസിക്കുന്ന എന്താണ്, ഒരുപാട് പണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെർസിഡസ് ബെൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോജുവിനുള്ള പോലെ ഓടി കാർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ അത് അച്ചീവ് ചെയ്യുന്ന ഒരു റാറ്റ് റേസ് ആണ് ലൈഫിൽ. ഒരുപാട് പൈസ ഉണ്ടാക്കട്ടെ എന്നിട്ട് ഞാൻ സന്തോഷിക്കും. അത് പൈസ ഉണ്ടാക്കി വരുമ്പോൾ അടിച്ചു പോകും. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒന്നുമില്ലായ്മയിൽ ഒരു സത്യസന്ധതയുണ്ട്, ഒന്നുമില്ലായ്മയിൽ ഒരു പരസ്പര വിശ്വാസമുണ്ട്, ആത്മാർത്ഥതയുണ്ട്. അതാണ് ആ പാട്ടിലൂടെ ഡയറക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടില്, ആ ഒരൊറ്റ പാട്ടിൽ ഇവർ തമ്മിലുള്ള സ്നേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളിടത്താണ്. അപ്പോൾ ഷിനോജ് തുടങ്ങാം, നമുക്ക് പാടാം. അറിയില്ല അറിയില്ല എങ്ങോട്ടെന്നറിയില്ല, എത്തേണ്ടിടമെത്താനായി എവിടേക്കോ പോണൂരേ, അവിടാരോ പറയുന്നേ അവിടെത്താൻ പാടാണേ, തെയ്യന്താര 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 തെയ്യന്താര, ജീവിതമെന്നാൽ കയ്യാങ്കളിയത് ചെയ്യന്താര, എന്നോടീ കളി കയ്യാങ്കളിയത് ചെയ്യണതാര, അടിതെറ്റൂരാന ഗതി കിട്ടാ പുലിയോ ഞാനാകുമ്പോ അല്ല, അതിന് മുമ്പൊന്നും കുഴപ്പമുണ്ടായില്ലല്ലോ. ഇല്ല, സൂപ്പർ. അതെ, പാടാന്നൊരു വിശ്വാസം അല്ല, നമുക്ക് ആ ലൈൻസ് അറിഞ്ഞൂടാ അല്ലേ ഷിനോജ്? അതിന്റെ ഇടയിലേ പുള്ളി പാട്ടും പാടിയില്ല. എന്നോട് പറയാം സൈഡിൽ ചൊറിയണു ചങ്ങായി. കൊച്ചിയല്ലേ, ഒരു ട്രാക്കും കൂടി ഇതിലുണ്ടായിരുന്നു. കടം
അത് background score ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തൊരു ട്രാക്കാണ്. ആ ട്രാക്കും കൂടെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി. ഡം 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 കടം ഡം ഡം സങ്കടം ഡം ഡം ധർമ്മ സങ്കടം ഡം 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 കടം ഡം ഡം സങ്കടം ഡം ഡം ധർമ്മ സങ്കടം. ഇതാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. സൂപ്പർ അല്ലേ? കയ്യടി. എന്തായാലും എന്നെ ഇവിടെ പാടിയ ആൾക്ക് വേണ്ടി പ്രത്യേക ഒരു കാര്യമാണ്. വലിയ അപകടമില്ലല്ലോ, വലിയ അപകടമില്ല. ധൈര്യമായിട്ട് എവിടെ വേണോ പാടാവുന്നൊരു ശബ്ദം. ധൈര്യമായിട്ട് പാടും. എന്ന് പറയുന്നതിന് പാട്ടായിട്ട് ഇത് നമ്മുടെ നഴ്സറി റൈം പോലത്തെ സാധനം. ഒരു കാര്യം ചെയ്യും, വീണ പാടും. അല്ല വീണ പാടുപെടും. ഒന്ന് പാടി ഡം ഡം പാടി. അല്ല വീണ ഒരു വേറെ പാട്ട് അല്ല എനിക്ക് കേൾക്കണം ആ ഡം ഡം. നമുക്ക് എല്ലാവരും പാടുന്നത്. അല്ല നോക്കട്ടെ, അല്ല ഒന്ന് നോക്കട്ടെ. കുറച്ചുകൂടെ സംഗതിയുള്ള പാട്ട് പാടാന്നാണ് ഉദ്ദേശിക്കുന്നത്. സംഗതിയാണെങ്കിൽ മറ്റേ ഹരിമുരളീരാവ് അങ്ങനെ ഇരിക്കും. അത് മെയിൽ വോയിസ് ആണ്. അത് എനിക്ക് അതുകൊണ്ട് ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടാം. ഞാൻ ഈ സിനിമയില് എന്റെയും റോഷന്റെ സോങ് നന്നായി പാടിയില്ലെങ്കിൽ മോളെ അതോ ഗതിയാണ്. എന്റെ മുമ്പിലൊന്ന് പെട്ടേക്കരുത് കേട്ടാ. ഞാൻ നന്നായി പാടാൻ ഉദ്ദേശിച്ചാണ്. ഇപ്പൊ എന്നെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോ നന്നായി പാടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മോശമാണെങ്കിൽ നമ്മള് കൂട്ടോ ഷിനോജ അല്ലേ? നെഞ്ചേ നെഞ്ചേ ഇഷ്ടം പെയ്യും നെഞ്ചേ മൂളുന്നുണ്ടോ കിന്നാരം നീയും ഞാനും കയ്യിൽ കയ്യും കോർത്തേ തിന്നൽ പോലെ നെയ്യുന്നു. നല്ല ആത്മവിശ്വാസം ഉണ്ടല്ലേ? വളരെ നല്ല ആത്മവിശ്വാസമുള്ള കുട്ടിയാണ് വീണ നന്ദകുമാർ. ശ്രദ്ധിച്ചോളൂ. ഇനി ആർക്കെങ്കിലും പാടിപ്പിക്കണമെങ്കിൽ വിളിക്കാം. മ്യൂസിക് ഡയറക്ടേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. വീണ വളരെ നന്നായി പാടുന്ന കുട്ടിയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ സമയം ചെലവഴിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ സിനിമയിൽ നിന്ന് മലയാളി എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കണ്ടത്. ഇതേപോലെ ഒരു ഫൺ ലവിംഗ് മൂവി ആയിരിക്കും എന്നാണ് തീർച്ചയായിട്ടും. ഇത്രയും നേരം ജാഗോ സ്പേസിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. എല്ലാവരോടും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. ജൂലൈ 21-ാം തീയതി നമ്മളെ സിനിമ റിലീസാകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു കൊച്ചു സിനിമയാകുമ്പോൾ പലപ്പോഴും ഈ വലിയ സിനിമകളുടെ ലിബേർട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ എല്ലാവരും പോയി കാണുക, ഈ പടം കാണുക. നമ്മളൊരു വിജയം അർഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സിനിമ വിജയിപ്പിക്കുക. അല്ലേ ഷിനോജ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ പറയുക. ഉറപ്പായിട്ട് പറയണം. എൻ്റെ ഫാമിലിയായിട്ട് പിന്നെയും പോവുക. അതെ അല്ലേ? താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.